നമസ്കാരം. ബംഗളൂരു നഗരത്തിൽ ജനിച്ചു വളർന്ന് കടുത്ത ശാരീരിക വെല്ലുവിളികളെയും മാനസിക പ്രതിസന്ധികളെയും അതിജീവിച്ച് സംഗീതത്തിലൂടെ ലോകം കീഴടക്കിയ വിസ്മയ പ്രതിഭയാണ് ബെന്നി പ്രസാദ്. ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളും ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ സന്ദർശിച്ച് ലോക റെക്കോർഡ് സ്ഥാപിച്ച ഈ ഇന്ത്യൻ സംഗീതജ്ഞൻ്റെ ജീവിതം ഏതൊരാൾക്കും പ്രചോദനം നൽകുന്ന ഒന്നാണ്. കേവലം 6 വർഷവും 6 മാസവും 22 ദിവസവും കൊണ്ട് അന്റാർട്ടിക്ക ഉൾപ്പെടെ 245 രാജ്യങ്ങളും ടെറിട്ടറികളും സന്ദർശിച്ച ഇദ്ദേഹം ഒരു സാധാരണക്കാരന് ചിന്തിക്കാൻ പോലും ആകാത്ത നേട്ടമാണ് സ്വന്തമാക്കിയത്. 245 രാജ്യങ്ങളെന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും സംശയമുണ്ടായേക്കാം. ലോകത്ത് എത്ര രാജ്യങ്ങളുണ്ടെന്ന ചോദ്യത്തിന് പലപ്പോഴും വ്യത്യസ്തമായ ഉത്തരങ്ങളാണ് ലഭിക്കാറുള്ളത്. ചില പട്ടികകളിൽ 245 രാജ്യങ്ങൾ വരെ ഉള്ളതായി കാണാം. എന്നാൽ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ലോകത്ത് ആകെ 195 സ്വതന്ത്ര രാജ്യങ്ങൾ മാത്രമാണുള്ളത്. ഐക്യരാഷ്ട്രസഭയിൽ അംഗങ്ങളായ 193 രാജ്യങ്ങളും അംഗത്വമില്ലെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ സ്വതന്ത്ര രാജ്യങ്ങളായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വത്തിക്കാൻ സിറ്റി, പലസ്തീൻ എന്നീ 2 രാജ്യങ്ങളും ചേരുന്നതാണ് ഈ 195 രാജ്യങ്ങൾ. ചില കണക്കുകളിൽ കാണുന്ന 245 എന്ന സംഖ്യ പൂർണ്ണമായും സ്വതന്ത്രമായ രാജ്യങ്ങളുടേതല്ല. മറ്റ് വലിയ രാജ്യങ്ങളുടെ കീഴിലുള്ള ആശ്രിത പ്രദേശങ്ങൾ, വിദേശ വകുപ്പുകൾ, സ്വയംഭരണ പ്രദേശങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തുമ്പോഴാണ് ഈ സംഖ്യ 245 എത്തി നിൽക്കുന്നത്. ഉദാഹരണത്തിന് ഗ്രീൻലാൻഡ്, പ്യൂർട്ടോറിക്കോ, ബെർമുഡ തുടങ്ങിയ പ്രദേശങ്ങൾക്ക് സ്വന്തമായി ഭരണ സംവിധാനങ്ങൾ ഉണ്ട് എങ്കിലും അവ പൂർണ്ണമായ പരമാധികാരമുള്ള സ്വതന്ത്ര രാജ്യങ്ങളല്ല, മറിച്ച് മറ്റ് രാജ്യങ്ങളുടെ ഭാഗമോ നിയന്ത്രണത്തിലോ ഉള്ളവയാണ്. കയ്യിലുള്ള 16 പാസ്പോർട്ടുകൾ നിറയെ വിസകളും വിവിധ രാജ്യങ്ങളുടെ സീലുകളുമായി ബെന്നി പ്രസാദ് പങ്കുവച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലാണ് ശ്രദ്ധിക്കപ്പെട്ടത്. ഇത്രയധികം രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുക എന്നതും അവിടുത്തെ കഠിനമായ വിസ നടപടിക്രമങ്ങൾ മറികടക്കുക എന്നതും അതീവ സങ്കീർണമായ ദൗത്യമായിരുന്നു. പലർക്കും വിദേശയാത്ര എന്നത് ലളിതമായി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഒന്നാണ് എങ്കിൽ ബെന്നിയെ സംബന്ധിച്ച് അത് മാസങ്ങളോളം നീളുന്ന പേപ്പർ വർക്കുകളുടെയും കാത്തിരിപ്പിൻ്റെയും അതിർത്തികൾ കടക്കലിൻ്റെയും വലിയൊരു പരീക്ഷണമായിരുന്നു. എങ്കിലും സംഗീത പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഈ ലക്ഷ്യത്തിലേക്ക് നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഈ അപൂർവ നേട്ടത്തിന് പിന്നിലുള്ള ബെന്നി പ്രസാദിൻ്റെ വ്യക്തിജീവിതം പരിശോധിച്ചാൽ പ്രതിസന്ധികളോട് പൊരുതി ജയിച്ച ഒരു പോരാളിയെ കാണാൻ സാധിക്കും. 1975 ഓഗസ്റ്റ് 6 ബംഗളൂരുവിലാണ് അദ്ദേഹം ജനിക്കുന്നത്. കുടുംബത്തിലെ ആ തലമുറയിലെ ആദ്യത്തെ കുട്ടിയായതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളോടെയാണ് മാതാപിതാക്കൾ അദ്ദേഹത്തെ വരവേൽക്കുന്നത്. എന്നാൽ ആ കുട്ടിക്കാലം ഒട്ടും എളുപ്പമായിരുന്നില്ല. കടുത്ത ആസ്മ രോഗം ബാധിച്ച ബെന്നിക്ക് നിരന്തരമായി സ്റ്റിറോയിഡുകൾ കഴിക്കേണ്ടി വരികയും അത് പിന്നീട് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന സന്ധിവാത രോഗത്തിലേക്ക് വഴിമാറുകയും ചെയ്തു. ശ്വാസകോശത്തിന് 60% തകരാർ സംഭവിക്കുകയും പ്രതിരോധശേഷി പൂർണ്ണമായി നശിക്കുകയും ചെയ്തതോടെ അദ്ദേഹത്തിൻ്റെ ജീവിതം എപ്പോഴും മരണത്തിൻ്റെ നിഴലിലായി മാറി. ഇതിനിടയിൽ മാതാപിതാക്കൾക്ക് അദ്ദേഹത്തിൻ്റെ പഠനകാര്യങ്ങളിൽ വലിയ നിർബന്ധമുണ്ടായിരുന്നു. കണക്കും സയൻസും അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ അവർ ശ്രമിച്ചുവെങ്കിലും ശാരീരികമായി തളർന്ന ബെന്നിക്ക് അതിന് സാധിച്ചില്ല. പഠനത്തിലെ പരാജയവും രോഗപീഠകളും കാരണം കടുത്ത വിഷാദ രോഗത്തിന് അടിമയായ അദ്ദേഹം തൻ്റെ 16ാമത്തെ വയസ്സിൽ സ്വന്തം ജീവൻ ഒടുക്കാൻ പോലും ശ്രമിക്കുകയുണ്ടായി. എന്നാൽ പരാജയത്തിൻ്റെ അഗാധമായ കയത്തിൽ നിന്നും ബെന്നി പ്രസാദിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് സംഗീതമായിരുന്നു. സംഗീതത്തോടുള്ള അഭിനിവേശം അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചു. ഗിറ്റാറിലൂടെയും സ്വന്തം സംഗീതത്തിലൂടെയും ദൈവത്തിലുള്ള പ്രത്യാശയും സമാധാനവും ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഈ ലക്ഷ്യബോധം അദ്ദേഹത്തിന് നൽകിയ ഊർജ്ജം ചെറുതായിരുന്നില്ല. രോഗബാധിതനായ ആ പഴയ കുട്ടി പിന്നീട് വർഷത്തിൽ 40ഉം 50ഉം രാജ്യങ്ങളിലേക്ക് സംഗീതവുമായി യാത്ര ചെയ്യാൻ തുടങ്ങി. തനിക്ക് ഉപയോഗപ്രദമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുമെങ്കിൽ ഈ ലോകത്ത് ഏതൊരാൾക്കും അതിന് സാധിക്കുമെന്ന് ബെന്നി ഉറപ്പിച്ചു പറഞ്ഞു. തൻ്റെ പാപങ്ങളും അപമാനങ്ങളും എല്ലാം സർവശക്തനായ ദൈവം മാറ്റിമറിച്ചുവെന്നും പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് ഇന്നത്തെ ദിവസത്തിനപ്പുറം മനോഹരമായൊരു ജീവിതമുണ്ടെന്ന് കാണിച്ചു കൊടുക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. അന്ന് തൻ്റെ ജീവൻ അവസാനിപ്പിക്കാതെ അപമാനങ്ങളെയും പരാജയങ്ങളെയും നേരിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതുകൊണ്ട് ഇന്ന് ലോകത്തിന് മുഴുവൻ ഒരു അനുഗ്രഹമായി മാറാൻ തനിക്ക് സാധിച്ചെന്നാണ് അദ്ദേഹം കൃതജ്ഞതയോടെ ഓർമ്മിക്കുന്നത്. ആത്മവിശ്വാസത്തിലൂടെ ഏതൊരു വ്യക്തിക്കും തങ്ങളുടെ തകർച്ചകളിൽ നിന്നും കരകയറുവാനും വലിയ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനും സാധിക്കുമെന്ന വലിയൊരു സന്ദേശമാണ് ബെന്നി പ്രസാദിൻ്റെ ജീവിതം ലോകത്തിന് പകർന്നു നൽകുന്നത്. ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് ബെന്നി പ്രസാദ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ചു എന്ന വാർത്ത കേവലം ഒരു വ്യക്തിയുടെ യാത്രാവിവരണത്തിനും അപ്പുറം ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ ആഗോളതലത്തിലുള്ള വളർച്ചയെയും അതിൻ്റെ അന്തസ്സത്തെയും അടിവരയിടുന്ന ഒന്നാണ്. ആഗോളതലത്തിൽ യാത്രാ സ്വാതന്ത്ര്യത്തെയും വിസയില്ലാത്ത പ്രവേശനത്തെയും അടിസ്ഥാനമാക്കി പാസ്പോർട്ടുകളുടെ ശക്തി അളക്കുമ്പോൾ പലപ്പോഴും വികസിത രാജ്യങ്ങളാണ് മുന്നിട്ട് നിൽക്കാറുള്ളത്.
എന്നാൽ അത്തരം മുൻവിധികൾക്കും അപ്പുറം കൃത്യമായ ആസൂത്രണവും ശക്തവുമായ നയതന്ത്ര ബന്ധങ്ങളും ഉണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ പൗരന് ലോകത്തിൻ്റെ ഏത് കോണിലും എത്തിച്ചേരാനാകുമെന്നതിൻ്റെ ജീവിക്കുന്ന തെളിവാണ് ബെന്നി പ്രസാദിൻ്റെ ഈ അപൂർവ നേട്ടം. ലോകത്തിലെ 245 രാജ്യങ്ങളിലും ടെറിട്ടറികളിലും ഒരു ഇന്ത്യൻ പാസ്പോർട്ടുമായി യാത്ര ചെയ്യുക എന്നത് നയതന്ത്രപരമായി ഇന്ത്യക്ക് അന്താരാഷ്ട്ര സമൂഹത്തിലുള്ള സ്വീകാര്യത എത്രത്തോളം വലുതാണെന്ന് വ്യക്തമാക്കുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ ആഗോള മൂല്യം വിദേശ നയങ്ങളിലെ ദീർഘവീക്ഷണത്തിലൂടെയും ശക്തമായ ഉഭയകക്ഷി ബന്ധങ്ങളിലൂടെയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യത്തെയും ഇത് ഓർമ്മിപ്പിക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ പാസ്പോർട്ടിൻ്റെ ശക്തി എന്നത് കേവലം വിസയില്ലാതെ യാത്ര ചെയ്യാവുന്ന രാജ്യങ്ങളുടെ എണ്ണം മാത്രമല്ല, മറിച്ച് മറ്റ് രാജ്യങ്ങൾ ആ പാസ്പോർട്ട് കൈവശം വച്ചിരിക്കുന്ന പൗരന്മാരെ എത്രത്തോളം വിശ്വസിലെടുക്കുന്നു എന്നത് കൂടിയാണ്. ബെന്നി പ്രസാദ് തൻ്റെ യാത്രകൾക്കായി 16ഓളം ഇന്ത്യൻ പാസ്പോർട്ടുകൾ ഉപയോഗിക്കേണ്ടി വന്നു എന്നത് വിസ നടപടിക്രമങ്ങളുടെ സങ്കീർണതയെ കാണിക്കുമ്പോഴും ആ രാജ്യങ്ങളിലെല്ലാം ഒരു ഇന്ത്യൻ പൗരന് തങ്ങളുടെ അതിർത്തികൾ തുറന്നു നൽകാൻ തയ്യാറായി എന്നത് ഇന്ത്യയോടുള്ള ആഗോള വിശ്വാസത്തിന്റെ അടയാളമാണ്. ഭീകരവാദ വിരുദ്ധ നിലപാടുകളിലും സാമ്പത്തിക വളർച്ചയിലും ഇന്ത്യ കൈവരിച്ച മുന്നേറ്റങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ പൗരന്മാർക്ക് കൂടുതൽ ബഹുമാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നുണ്ട്. ലോകത്തെവിടെയും സമാധാനകാംക്ഷികളായ ജനങ്ങളായിട്ടാണ് ഇന്ത്യക്കാർ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ബെന്നി പ്രസാദിനെ പോലെ കലയും സംഗീതവും മുൻനിർത്തി യാത്ര ചെയ്യുന്നവർക്ക് രാജ്യങ്ങൾ അതിർത്തികൾ എളുപ്പത്തിൽ തുറന്നു നൽകിയതിന് പിന്നിൽ ഇന്ത്യൻ പാസ്പോർട്ട് നൽകുന്ന ശക്തമായൊരു പൗരത്വ പശ്ചാത്തലം കൂടിയുണ്ട്. ഇന്ത്യൻ നയതന്ത്ര രംഗം കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി കൈവരിച്ച അത്ഭുതപൂർവമായ നേട്ടങ്ങൾ ഈ യാത്രാ വിജയത്തിന് പിന്നിലെ അദൃശ്യമായ ഘടകമാണ്. ലോകത്തെ പ്രമുഖ രാജ്യങ്ങളുമായും അതുപോലെ തന്നെ ചെറിയ ദ്വീപ് രാഷ്ട്രങ്ങളുമായും ഇന്ത്യ പുലർത്തുന്ന സൗഹൃദപരമായ ബന്ധം വിസ നടപടികൾ കൂടുതൽ സുതാര്യമാക്കാൻ സഹായിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ വിദേശ വിസകൾ ലഭിക്കുന്നതിനായി മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നിരുന്നു എങ്കിൽ ഇന്ന് ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസ ഓൺ അറൈവൽ ഈ വിസ സൗകര്യങ്ങൾ നൽകുന്ന രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. കഠിനമായ വിസ നിയന്ത്രണങ്ങളുള്ള വികസിത രാജ്യങ്ങൾ പോലും ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കും കലാകാരന്മാർക്കും യാത്രാനുമതി നൽകാൻ മടിക്കുന്നില്ല. ബെന്നി പ്രസാദ് തൻ്റെ 6 വർഷത്തെ യാത്രക്കിടയിൽ നേരിട്ട പേപ്പർ വർക്കുകളുടെയും വിസ അഭിമുഖങ്ങളുടെയും ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ കരുത്ത് പരിശോധിക്കപ്പെടുന്ന വേദികൾ കൂടിയായിരുന്നു. അവിടെയെല്ലാം അദ്ദേഹം വിജയിച്ചു എന്നത് ഓരോ ഇന്ത്യൻ പാസ്പോർട്ടും അന്താരാഷ്ട്ര നിയമങ്ങൾക്കും സുരക്ഷാ മാനദണ്ഡങ്ങൾക്കും വിധേയമായി എത്രമാത്രം ശക്തമായിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ്. ഒരു സംഗീതജ്ഞൻ എന്ന നിലയിൽ ബെന്നി പ്രസാദ് നടത്തിയ സാംസ്കാരിക കൈമാറ്റങ്ങൾ ഇന്ത്യൻ പാസ്പോർട്ടിന് ആഗോളതലത്തിൽ കൂടുതൽ തിളക്കം നൽകാൻ സഹായിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ മൃദുശക്തി അഥവാ കൾച്ചറൽ ഡിപ്ലോമസി ലോകമെമ്പാടും സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ്. യോഗ, സംഗീതം, ബോളിവുഡ്, ഇന്ത്യൻ വിഭവങ്ങൾ എന്നിവയിലൂടെ ലോകം ഇന്ത്യയെ അടുത്തറിയുമ്പോൾ ഇന്ത്യൻ പാസ്പോർട്ടുമായി എത്തുന്ന യാത്രികരെ അവർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നു. ബെന്നി പ്രസാദിൻ്റെ യാത്രകൾ വെറുമൊരു വിനോദസഞ്ചാരമായിരുന്നില്ല, മറിച്ച് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും സമാധാന സന്ദേശത്തിൻ്റെയും പ്രചാരണം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിർത്തികളിൽ അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് പരിശോധിച്ച ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ അതൊരു മികച്ച രാജ്യത്തിൻ്റെ ബഹുമാനിക്കപ്പെടുന്ന പൗരൻ്റെ അടയാളമായി മാറി. കടുത്ത ശാരീരിക വെല്ലുവിളികളോട് പൊരുതി ജയിച്ച ഒരു വ്യക്തിക്ക് തൻ്റെ രാജ്യത്തിൻ്റെ പാസ്പോർട്ട് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. ലക്ഷ്യബോധമുള്ള ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പാസ്പോർട്ട് കയ്യിലുണ്ടെങ്കിൽ ലോകം കീഴടക്കാൻ യാതൊരു തടസ്സവുമില്ലെന്ന വലിയൊരു സന്ദേശമാണ് ബെന്നി പ്രസാദ് വരും തലമുറയ്ക്ക് കൈമാറുന്നത്. പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ സ്ഥിരതാമസമാക്കിയവർക്കോ വികസിത രാജ്യങ്ങളിലെ പാസ്പോർട്ടുകൾ ഉള്ളവർക്കോ മാത്രമേ ഇത്തരം ലോകസഞ്ചാരങ്ങൾ സാധ്യമാകൂ എന്ന തെറ്റായ ധാരണ നിലനിന്നിരുന്നു. എന്നാൽ ശുദ്ധമായ ഇന്ത്യൻ പൗരത്വത്തോടെ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ കരുത്തിൽ ബെന്നി പ്രസാദ് ആ ചരിത്ര നേട്ടം സ്വന്തമാക്കിയപ്പോൾ ആ ധാരണ തിരുത്തിക്കുറിക്കപ്പെട്ടു. ഇത് വരും തലമുറയിലെ ഇന്ത്യൻ സഞ്ചാരികൾക്ക് വലിയ പ്രോത്സാഹനമാണ് നൽകുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ പാസ്പോർട്ടിന് അന്താരാഷ്ട്ര തലത്തിൽ ലഭിക്കുന്ന സ്വീകാര്യതയും ബഹുമാനവും ഓരോ ഇന്ത്യൻ പൗരൻ്റെയും അഭിമാനമുയർത്തുന്ന കാര്യമാണ്. ചുരുക്കത്തിൽ ബെന്നി പ്രസാദിൻ്റെ ലോകം ചുറ്റിയുള്ള ഈ അവിശ്വസനീയമായ യാത്ര ബെന്നി എന്ന വ്യക്തിയുടെ മാത്രം വിജയമല്ല, മറിച്ച് ആഗോള വേദിയിൽ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെയും ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെയും വർദ്ധിച്ചു വരുന്ന ശക്തിയുടെയും സ്വാധീനത്തിൻ്റെയും വിളംബരം കൂടിയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.